നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിച്ച് UDF 11,077 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത്. മണ്ഡലത്തിലുടനീളം സമ്പൂർണ്ണ മുന്നേറ്റം ആര്യാടൻ നടത്തി. കരുളായി പഞ്ചായത്തിൽ മാത്രം സ്വരാജിന് നേരിയ ലീഡ് ലഭിച്ചു. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഇഫക്റ്റിന്റെ പ്രതിഫലനവും കാണാം. KK പ്രശാന്ത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, UDF നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടെ അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ആ പ്രതീക്ഷ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് കണ്ടത്. അതേസമയം LDFന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ തിരിച്ചടി LDF ഈ തവണ നേരിട്ടു. അതേസമയം അൻവർ 20,000-ഓളം വോട്ട് നേടി കരുത്ത് തെളിയിക്കാനും കഴിഞ്ഞില്ലേ? അഖില, തുടക്കം മുതൽ തന്നെ UDF ക്യാമ്പിൽ ആത്മവിശ്വാസം പ്രകടമായിരുന്നു. ഒന്ന്, ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആ വേളയിൽ തന്നെ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. PV അൻവർ മാത്രമാണ് ഒരു അവസരമായി നിന്നത്. അതിനെ തന്നെ വളരെ കൃത്യമായി തന്നെ അത് മറികടക്കാൻ UDFന് കഴിയുന്നു. അൻവറിനെ സഹകരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അൻവർ അതിന് മുൻപിലേക്ക് ഉപാധികൾ വെക്കുന്നു. ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി മറികടന്ന് ഒറ്റക്കെട്ടായി UDF മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കണ്ടത്. അതുകൊണ്ട് ആ ആത്മവിശ്വാസം തുടക്കം മുതൽ തന്നെ UDFനുണ്ടായിരുന്നു. അത് അവർ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. വളരെ കൃത്യമായി തന്നെ UDFന്റെ സ്ക്വാഡ് എല്ലാ സ്ഥലത്തും എത്തി കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് മറ്റു കാര്യങ്ങൾ താഴെ തട്ട് മുതൽ കൃത്യമായി ഇടപെടലുകളൊക്കെ നടത്തി തന്നെയാണ് മുന്നോട്ട് പോയത്. അത് ആ തെരഞ്ഞെടുപ്പിൽ ആകെ തന്നെ പ്രതിഫലിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറുവശത്ത് LDFനെ സംബന്ധിച്ചും അവരും രാഷ്ട്രീയം പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഈ ഒരിടയ്ക്ക്, അതായത് അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ മറ്റു പല വിവാദങ്ങളും പ്രസ്താവനകളും ഒക്കെ തന്നെ ചർച്ചയായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനെ ജനങ്ങൾ ഏത് തരത്തിൽ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തന്നെ കണക്കാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് PV അൻവറിന്റെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. സ്വാഭാവികമായും LDFന് ആശ്വസിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് LDFന്റെ വോട്ടുകൾ, തനതായ വോട്ടുകൾ, CPMന്റെ വോട്ടുകളും PV അൻവർ വ്യക്തിപരമായി പിടിച്ച വോട്ടുകളും കൂടി കൊണ്ടാണ് കഴിഞ്ഞ 2 തവണയായി അൻവർ ജയിച്ചു കയറിയത് നിലമ്പൂരിൽ. ഇത്തവണ അൻവർ മാറി നിന്നു. അതോടുകൂടി തന്നെ സ്വാഭാവികമായും LDFന്റെ വോട്ടുകൾ CPMന്റെ വോട്ടുകൾ മാത്രമായി അവശേഷിക്കുകയാണ് ഉണ്ടായത്. അൻവറിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയ വോട്ടുകൾ, ആ വോട്ട് ഈ 19,000-ഓളം വോട്ടുകളുമായി അൻവർ മാറി നിൽക്കുകയും കൂടി ചെയ്തതോട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അടിയൊഴുക്കുകൾ ഉണ്ടായെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ വിരുദ്ധ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ളതായിരുന്നു പ്രധാനമായി ചർച്ചയായതെങ്കിൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ UDFിലേക്ക് തന്നെ കൃത്യമായി എത്തുകയാണ് ഉണ്ടായത്. മറ്റു തരത്തിലുള്ള വോട്ടുകൾ, അതായത് അൻവർ 2016-ലും 2021-ലും ഒറ്റക്ക് നേടിയെടുത്ത ഒരു വോട്ടുണ്ട്. CPMന്റെ പിന്തുണയുണ്ടായിരുന്നു എങ്കിൽ പോലും വ്യക്തിപ്രഭാവം കൊണ്ടും മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടും അങ്ങനെ നേടിയെടുത്ത വോട്ടുകൾ അൻവർ ഇത്തവണയും നിലനിർത്തുകയാണ് ഉണ്ടായത്. CPMന്റേതായ വോട്ടുകൾ CPM നിലനിർത്തി. ഇങ്ങനെയാണ് മണ്ഡലത്തിലെ ഒരു പൊതുചിത്രം നമുക്ക് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ NDA സംബന്ധിച്ചും അവർ കഴിഞ്ഞ തവണത്തെ അതേ പാറ്റേണിൽ തന്നെ ആ വോട്ടുകൾ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത്. അതായത് ഒരുപക്ഷെ പാർട്ടിയുടെ കരുത്തനായ ഒരു നേതാവായിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞേനെ എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എങ്കിൽ പോലും സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ NDAയുടെ വോട്ടിംഗ് ശതമാനം, വോട്ടൊക്കെ കുറയുന്നതാണ്. ആ ഒരു ഏറ്റക്കുറച്ചിലൊന്നും കാര്യമായി പ്രതിഫലിച്ചില്ല എന്നുള്ളത് കൂടി NDAക്ക് ആശ്വാസമാണ്. മാത്രമല്ല വികസന രാഷ്ട്രീയം തന്നെയാണ് പ്രധാനമായും അവർ മുന്നോട്ട് വെച്ചത്. എന്ത് സംഭവിച്ചാലും, അത് സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ 7 മാസത്തിനുള്ളിൽ നിലമ്പൂരിൽ വികസനങ്ങൾ നടപ്പിലാക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷനടക്കം പറഞ്ഞ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് തന്നെ മുന്നോട്ട് പോയി. ഒപ്പം തന്നെ വിവാദങ്ങളും ഒക്കെ ചർച്ചയായി എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ വിരുദ്ധമായ ഒരു നിലപാട് നിലമ്പൂരുകാർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കങ്ങനെ പൂർണ്ണമായി ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അൻവർ അടക്കം, ഒപ്പം തന്നെ CPMലെ പ്രധാനപ്പെട്ട ആളുകളടക്കം ഷൗക്കത്തിനെതിരെ ശക്തമായ രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോഴും വളരെ സൗമ്യമായി അതിനൊക്കെ മറുപടി പറഞ്ഞാണ് ഷൗക്കത്ത് മുന്നോട്ട് പോയത്. അൻവർ ഉയർത്തിയ വിവാദങ്ങൾക്കും അൻവർ മുന്നോട്ട് വെച്ച നീക്കങ്ങൾക്കും ഒന്നും തന്നെ രാഷ്ട്രീയമായി പോലും ഒരു മറുപടിയും പറയാൻ ഷൗക്കത്ത് തയ്യാറായില്ല. വളരെ കൃത്യമായി അതിനൊക്കെ തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന ഒറ്റ മറുപടി മാത്രമല്ല, ആ കാര്യങ്ങളിലൊക്കെ UDF നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ തന്നെ മറുപടി പറഞ്ഞ് നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു ഷൗക്കത്തിന്റെ നിലപാട്. ആ നിലപാടൊക്കെ തന്നെയാണ് ഷൗക്കത്തിന് 11,077 എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പ്രശാന്ത്, അതുപോലെ ഇനി അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണല്ലോ ഇനി ഉയരുന്നത്. പ്രത്യേകിച്ചും KPCC അധ്യക്ഷനൊക്കെ ഇന്ന് വ്യക്തമാക്കിയതനുസരിച്ച് വാതിലുകൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് താക്കോലും ഒക്കെ ഉള്ളതാണ്. അതേസമയം VD സതീശൻ അതുമായി ബന്ധപ്പെട്ടൊന്നും പ്രതികരിക്കുന്നുമില്ല. അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി, അല്ലെങ്കിൽ അൻവറിന്റെ ഇനിയുള്ള പോക്ക് എങ്ങോട്ടായിരിക്കും? അഖിൽ, എന്തായാലും ഈ സാഹചര്യത്തിൽ അൻവർ ക്യാമ്പിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നിൽക്കുന്ന അൻവറും അത് തള്ളുന്നില്ല. പ്രധാനപ്പെട്ട UDFന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളും തള്ളുന്നില്ല. ഈ ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇതിനു മുൻപ് അൻവറിനെ എടുക്കേണ്ടെന്ന് തീരുമാനിച്ചത് UDF കൂട്ടായി എടുത്ത തീരുമാനത്തിന് സ്വാഭാവികമായും അങ്ങനെ ഒരു തീരുമാനം ഒന്നിച്ചെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് മാത്രമായ ഒരു തീരുമാനം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിലേക്ക് എടുക്കേണ്ടത്.
ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവിന് ഏറ്റവും കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് അവിടെ മുന്നോട്ട് വെക്കുകയും ഒക്കെ തന്നെ അത് തന്നെയാണ് വിജയിക്കുകയും ഒക്കെ ചെയ്തത്. അതിനൊരു കാരണം കൂടിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുകയോ ഒപ്പം തന്നെ ചില ഉപാധികളുടെ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല അതൊരു കീഴ്വഴക്കമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഒരു തരത്തിലും അതിന് കീഴടങ്ങേണ്ടത് ഇനിയിപ്പോൾ UDF പറയുന്ന തരത്തിലേക്ക് അൻവർ മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇത്രയും വോട്ടുകൾ അൻവർ പിടിച്ചു എന്നുള്ളത് LDFന്റെയും ഒപ്പം തന്നെ അൻവറിന്റെ വോട്ടുകൾ കൊണ്ടാണ്. കഴിഞ്ഞ തവണ LDF അതായത് CPMന്റെ ഒക്കെ വോട്ടുകൾ പൂർണ്ണമായും ഒന്നിച്ചു നിന്നുകൊണ്ട് ജയിച്ചു കയറിയതാണ്. ഇത്തവണ അൻവർ ഉണ്ടാക്കിയ ഒരു സ്പ്ലിറ്റ് എന്ന് പറയുന്നതാണ് UDFന് ഗുണമായത്. അതാണ് ഇനിയിപ്പോൾ അൻവർ ക്ലെയിം ചെയ്യാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും അൻവർ ഇല്ലാതെയും ഞങ്ങൾക്ക് ജയിക്കാമെന്ന് UDF കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മറ്റൊരു വോട്ട് ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അൻവറിന്റെ മുൻപിൽ ഒന്നിൽ UDFനോട് സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു വഴിയാണുള്ളത്. മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉള്ളതായിട്ട് ഇതുവരെ നമുക്ക് അറിയുന്നില്ല. ഏതായാലും നിർണായക നീക്കങ്ങൾ അൻവറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ, UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ അൻവറിനെ ഉൾക്കൊള്ളുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ. ശരി, പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.